ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്നലെ കുറച്ച് CNS ഡ്രഗ്സിൻ്റെമായിട്ട് ബന്ധപ്പെട്ട ഫാർമക്കോളജി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ലെങ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് ഈസി ആയിരിക്കുമല്ലോ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ഒത്തിരി ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ കേരള PSCയുടെ മാത്രമല്ല, നമ്മൾ മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ സെൻട്രൽ ലെവൽ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇതിനൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഐഡിയ കിട്ടും. എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് എക്സാമിന് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ചില ട്രിക്കുകളും കോഡുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ഇന്നലെ പാർക്കിൻസൺ ഡിസീസിൻ്റെ പാർക്കിൻസോൺസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർക്കിൻസൺ ലൈക്ക് സിംറ്റംസ് അപ്പിയേഴ്സ് ഡ്യൂ ടു എക്സസ് ഗാബ ആൻറ്റിസൈക്കോട്ടിക്സ്, ദാറ്റ് ഇസ് D2 ബ്ലോക്കേഡ്, ഇൻക്രീസ്ഡ് സെറോട്ടോണിൻ നോർ എപ്പിനെഫ്രിൻ ഡെഫിഷ്യൻസി. സോ നമ്മൾ പാർക്കിൻസൺ ലൈക്ക് സിംറ്റംസ് നമുക്ക് എപ്പോഴാണ് നമുക്ക് കാണുന്നത്? ആൻറ്റിസൈക്കോട്ടിക്സ് എടുക്കുമ്പോൾ അല്ലേ, D2 ബ്ലോക്കേഡ് ചെയ്യുമ്പോൾ. കാരണം എന്താണ്? D2 റിസപ്റ്റേഴ്സിലാണ് നമ്മൾ ഡോപ്പമിൻ ഡെഫിഷ്യൻസിയാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ട് വരുന്നത് അല്ലേ. സോ ആൻറ്റിസൈക്കോട്ടിക്സ് എടുക്കുമ്പോൾ D2 ഡോപ്പമിൻ റിസപ്റ്റർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതുവഴി ഡോപ്പമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയാണ് നമുക്ക് പാർക്കിൻസോൺസ് നമുക്ക് ഉണ്ടാവുക. ആൻറ്റിസൈക്കോട്ടിക്സ് ഇൻഡ്യൂസ്ഡ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ആൻറ്റിസൈക്കോട്ടിക്സ് മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. സോ ഇത് നിങ്ങൾ ഈ ആൻറ്റിസൈക്കോട്ടിക്സ് ഡ്രഗും അതുപോലെ തന്നെ ഈ പാർക്കിൻസൺസുമായിട്ട് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് അല്ലേ. അത് കമ്പയർ ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ. അതായത് ഈ പറഞ്ഞ പോലെ ആൻറ്റിസൈക്കോട്ടിക്സ് മെഡിക്കേഷൻ അല്ലെ, ആൻറ്റിസൈക്കോട്ടിക്സ് എല്ലാം ഷോർട്ട് ഫോമിലായിട്ട് എഴുതുന്നത്. ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ ഉണ്ട്, അതുപോലെ ഇപ്പോൾ ലിവോഡോപ്പ് പോലത്തെ പാർക്കിൻസോൺസിന് കൊടുക്കുന്ന ഡ്രഗ്സ് ഉണ്ട്. ഇപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സ് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ഇവർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും അല്ലേ, ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുവഴി എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യും? സൈക്കോസിസ് എന്നുള്ളൊരു അവസ്ഥ, അതായത് സൈക്കോസിസ് അല്ലെങ്കിൽ ഷിസോഫ്രീനിയ എന്നുള്ള അവസ്ഥ, അതിന് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അല്ലേ. സോ അത് കുറയും അല്ലേ, അത് കുറയും. പക്ഷേ ഇവർക്ക് എന്ത് പറ്റും? പാർക്കിൻസോണിസം എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടാവും. ഓക്കെ, അത് പോസിറ്റീവ്, അതായത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസ് ഉണ്ടാവും. കാരണം D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യല്ലേ. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ലാക്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനത്തെ ഡ്രഗ് വരുമ്പോൾ എന്തോ ലാക്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ആൻറ്റി എമറ്റിക് പ്രോപ്പർട്ടീസും ഇതിനുണ്ടാവും. അതായത് നമ്മൾ ആൻറ്റി എമറ്റിക് ആയിട്ട് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അത് ആൻറ്റി എമറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷേ ഈ ലിവോഡോപ്പ എന്ന് പറയുമ്പോൾ എന്താണ്? D2 റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് അല്ല, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗാണ് D2 റിസപ്റ്റേഴ്സിന്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിൻ്റെ ഈ വന്നിരിക്കുന്ന കണ്ടീഷൻസിൽ ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലിവോഡോപ്പയ്ക്ക് വരിക. സൈക്കോസിസ് ഉണ്ടാവും. ഓക്കെ, സൈക്കോസിസ് അങ്ങനത്തെ നമ്മൾ പറഞ്ഞു ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ സിംറ്റംസ്, അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് ലിവോഡോപ്പയ്ക്ക് അല്ലേ. സോ സൈക്കോസിസ് ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ പാർക്കിൻസോൺസ് എന്ത് ചെയ്യും? പാർക്കിൻസോൺസ് നമുക്ക് കുറയും. ഓക്കെ, പാർക്കിൻസോൺസ് നമുക്ക് കുറയും. ലാക്ടേഷൻ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യില്ലായിരുന്നു, ഇവിടെ ലാക്ടേഷൻ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സപ്രസ് ചെയ്യും എന്നങ്ങനെ പറയാം. ഓക്കെ, സപ്രസ് ചെയ്യും ലാക്ടേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രോമോക്രിപ്റ്റിനൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? വോമിറ്റിംഗ് ആൻറ്റി എമറ്റിക് ആക്ഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? ഇൻഡ്യൂസ് അല്ലെങ്കിൽ കോസസ് വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, സോ ഒരു കേസ്, അങ്ങനത്തെ കേസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡ്രഗ് യൂസ് ഇൻ ദ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം, ലിവഡോപ്പ, ട്രൈഹെക്സിഫെനിഡിൽ, സെലിജിലിൻ, റൊപ്പിനിറോൾ. സോ ഏതാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ്? ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, ട്രൈഹെക്സിഫെനിഡിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ലിവഡോപ്പ ഈസ് അബ്സോർബ്ഡ് ഫ്രം കോളൻ, ലിവർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്. സോ ലിവഡോപ്പ എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് വിത്ത് ആൻറ്റി വൈറൽ ആൻഡ് ആൻറ്റി പാർക്കിൻസോണിയൻ ആക്ഷൻസ്, ലിവഡോപ്പ, എൻഡാക്യാപ്പോൺ, അമാൻറ്റഡിൻ ആൻഡ് ട്രൈഹെക്സിഫെനിഡിൽ. സോ ആൻറ്റി വൈറൽ ഡ്രഗുമാണ്, ആൻറ്റി പാർക്കിൻസോണിയൻ ആക്ഷനുമുള്ള ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ സി, അമാൻറ്റഡിൻ ആണ് വരുന്നത് അല്ലേ.
സോ അമാൻറ്റഡിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. നമ്മൾ ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് പ്രൊഫൈലാക്സ് ഓഫ് ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്ന ഡ്രഗാണ് അമാൻറ്റഡിൻ. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഡോപ്പമിൻ റിലീസും ഡ്രഗാണ്. ഓക്കെ, ഡോപ്പമിനർജി ന്യൂറോൺസിൽ നിന്ന് ഈ ഡോപ്പമിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിത് ഡ്രഗ് നമ്മൾ എന്താണ് അത്ര നമ്മുടെ ലിവോഡോപ്പയുടെ അത്ര എഫക്റ്റീവ് അല്ലെങ്കിൽ പോലും നമ്മൾ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മൈൽഡ് പാർക്കിൻസോൺസത്തിന് നമ്മൾക്ക് ഈ അമാൻറ്റഡിനാണ് പ്രിഫർ ചെയ്യുന്ന ഡ്രഗ്. സോ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അഡ്വൈസ് എഫക്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ലിവിഡോ റെറ്റിക്കുലാരിസ്, അതായത് ഡിസ്കളേർഡ് പാച്ചസ്, നമ്മുടെ സ്കിന്നിൽ ഡിസ്കളേർഡ് പാച്ചസ് ഉണ്ടാവില്ലേ, ലിവിഡോ റെറ്റിക്കുലാരിസ്, അത് ഉണ്ടാവും. അതൊരു അഡ്വൈസ് എഫക്റ്റ് ആണ്. അതിൽ ആംഗിൾ എഡിമ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചിലപ്പോൾ എക്സാം ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ആംഗിൾ എഡിമയുള്ള ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണെന്ന്. സോ അതും ഈ പറഞ്ഞ എന്താണ് അമാൻറ്റഡിനാണ്. ഓക്കെ, ലിവഡോപ്പ ഇൻട്രാക്ട്സ് വിത്ത് വൈറ്റമിൻ സി, വൈറ്റമിൻ B6, അയൺ, കാൽഷ്യം. സോ ലിവഡോപ്പ ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. എയിംസിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യന് എന്താണ് വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്, വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ പിരിഡോക്സിൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പെരിഫറൽ കൺവേർഷൻസ് ഓഫ് ലിവഡോപ്പ ടു ഡോപ്പമിൻ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ തെറാപ്യൂട്ടിക് എഫക്റ്റ് ഓഫ് ലിവഡോപ്പ കുറയ്ക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് ആൻറ്റിസൈക്കോട്ടിക് ഈസ് സേഫ് ഇൻ പാർക്കിൻസൺ ഡിസീസ്. നമ്മളിപ്പോൾ പറഞ്ഞു ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ആക്ഷൻ പാർക്കിൻസൻ്റെ ആക്ഷൻ രണ്ടും വ്യത്യസ്തമാണല്ലേ. പക്ഷേ നമുക്കൊരു പാർക്കിൻസൺ ഡിസീസ് ഉള്ള ഒരാൾക്ക് നമുക്കൊരു സൈക്കോസിസും കൂടി വരുമ്പോൾ നമ്മൾ കൊടുക്കണമല്ലോ. നമ്മൾ ഓൾറെഡി പാർക്കിൻസൺ ഡിസീസ് ഉള്ള ഒരാൾ വന്നു, ഓക്കെ, അയാൾക്ക് ലിവഡോപ്പ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ സപ്പോസ് ചെയ്യുക അയാൾക്കൊരു എന്ത് വന്നു, ഒരു ഓൾട്ടർഡ് മെൻ്റൽ സ്റ്റാറ്റസ്, സൈക്കോസിസ് പോലത്തെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ കൊടുക്കണമല്ലോ, കാരണം ആക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും. ഓക്കെ, അത് ഏത് ഡ്രഗാണ്? ഹാലോപിരിഡോൾ, റിസ്പെരിഡോൺ, ക്ലോസാപ്പിൻ, ക്ലോർപ്രൊമസിൻ. സോ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഓപ്ഷൻ സി ക്ലോസാപ്പിനാണ് നമ്മളവിടെ കൊടുക്കുക കേട്ടോ. സോ ബാക്കിയുള്ള ഡ്രഗ്സിനൊക്കെ അപേക്ഷിച്ച് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് കുറവാണ് ഹാലോപിരിഡോൾ, ക്ലോർപ്രൊമസിനൊക്കെ അപേക്ഷിച്ച്. റിസ്പെരിഡോണേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഇവിടെ നമുക്ക് ക്ലോസാപ്പിനാണ്. ക്ലോസാപ്പിന് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ക്ലോസാപ്പിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് അഗ്രാനുലോസൈറ്റോസിസ്. ഓക്കെ, അഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ചില ടൈപ്പ് ഓഫ് ഏഡിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 12 ക്യാപ്പ് ഓൺ അഡ്വേഴ്സ് എഫക്റ്റ്. ഓക്കെ, റീനൽ ഫെയിലർ, ഹെപ്പാറ്റോടോക്സിറ്റി, ഹാർട്ട് ഫെയിലർ ആൻഡ് പാങ്ക്രിയാറ്റൈറ്റിസ്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. അതിൽ ഏതാണ് അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഹെപ്പാറ്റോടോക്സിറ്റി. ഓക്കെ, അടുത്തെന്താണ്, ഡ്രഗ് യൂസ്ഡ് ഇൻ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, ബ്രോമോക്രിപ്റ്റിൻ, റൊപ്പിനിറോൾ, ട്രൈഹെക്സിഫെനിഡിൽ, ലിവോഡോപ്പ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോത്തിന് നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? റൊപ്പിനിറോൾ ആണ് വരിക കേട്ടോ. കാര്യം പറയും, ബ്രോമോക്രിപ്റ്റിൻ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഈ ബ്രോമോക്രിപ്റ്റിന് ഒത്തിരി സൈഡ് എഫക്റ്റുകളുണ്ട്. കാർഡിയാക് സൈഡ് എഫക്റ്റുകളൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കാർഡിയാക് വാൽവ് പ്രശ്നങ്ങളും അങ്ങനത്തെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ റൊപ്പിനിറോളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലിവഡോപ്പ ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ട്രീറ്റഡ് ബൈ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ അല്ലേ. ഏതൊക്കെയാണ്? ആലോപിരിഡോൾ, ഒലാനിസെപ്പിൻ, ക്ലോസാപ്പിൻ, ക്ലോർപ്രൊമസിൻ. സോ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ദാറ്റ് ഈസ് ക്ലോസാപ്പിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് കോസിങ് ചീസ് റിയാക്ഷൻ വിത്ത് തൈറമിൻ, സെലിജിലിൻ, എൻഡാക്യാപ്പോൺ, ലിവഡോപ്പ, അമാൻറ്റഡിൻസ്. ചീസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്ത് റിയാക്ഷനാണ് നമ്മൾ പഠിച്ചു? മാവോ ഇൻഹിബിറ്റേഴ്സ് അല്ലേ, MAO, മോണോ അമീൻ ഓക്സിഡേസ് എന്ന് പറയും. ഇൻഹിബിറ്റേഴ്സ് തൈറമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ചീസ് റിയാക്ഷൻ എന്നുള്ള ഫോം ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. അത് എന്ത് പറ്റും? സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റോ ഹൈപ്പർടെൻസീവ് ക്രൈസിസോ ഒക്കെ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. സോ ഇതിൽ ഏതാണ് മാവോ ഇൻഹിബിറ്റേഴ്സ്? ഓപ്ഷൻ എ ആണല്ലേ, സെലിജിലിൻ. സോ അത് ഉണ്ടാകുന്ന ഡ്രഗ് ഏതാണ്? സെലിജിലിനാണ്. ഓക്കെ, അടുത്ത നമ്മൾ എപ്പിലെപ്സിയിലേക്ക് കിടന്നേക്കും കേട്ടോ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ആബ്സെൻസ് സീഷർ, പല എക്സാമിനും കണ്ടിട്ടുണ്ടല്ലേ, ഒത്തിരി എക്സാമിന് ഇപ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കുണ്ട് LSTDക്ക്. സോ നമുക്ക് ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ, എത്തോസെക്സിമൈഡ്, ഫിനോബാർബിറ്റാൻ. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിലും നമ്മൾ സാധാരണ നമ്മൾ ആബ്സെൻസ് സീഷർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എപ്പിലെപ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡ്രഗ് ഓഫ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, എസ്പെഷ്യലി ഫോർ സെൻട്രൽ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻസ് കേട്ടോ. അപ്പോൾ അതിൽ ആബ്സെൻസ് സീഷർ നമ്മൾ വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് പെറ്റിറ്റ്മാൾ എപ്പിലെപ്സി നമ്മൾ പറയും, പെറ്റിറ്റ്മാൾ എപ്പിലെപ്സി. സോ ആ ഒരു കേസിൽ പ്രിഫേർഡ് ഡ്രഗായിട്ട് നമ്മൾ പറയുന്നത് സോഡിയം വാൽപ്രോയിറ്റ് ആൻഡ് എത്തോസെക്സിമൈഡ് ആണ്. ഓക്കെ, സോ ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് സോഡിയം വാൽപ്രോയിറ്റ് നമുക്ക് ഇല്ല അല്ലേ, അപ്പോൾ നമുക്ക് എത്തോസെക്സിമൈഡ് ആണുള്ള ആൻസറായിട്ട് വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇഫ് ലെസ് ദാൻ 2 ഇയർ ഓൾഡ് ബേബിക്ക് ഒരു ആബ്സെൻസ് സീഷർ ആണ് വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സോഡിയം വാൽപ്രോയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. സോ ലെസ് ദാൻ 2 ഇയർ ഓൾഡ് ബേബി ആണെന്ന് നോക്കുക.
ആ കേസിൽ നമുക്ക് ആബ്സെൻസേഷന് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഏതോസക്സിമൈഡ് തന്നെയായിരിക്കും. സോഡിയം വാൽപ്രേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതോസക്സിമൈഡേ കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്, സോഡിയം വാൽപ്രേറ്റിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലേ. പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും, അതുപോലെ ഒത്തിരി സൈഡ് എഫക്റ്റുകളുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ ഏതോസക്സിമൈഡാണ് അവിടെയും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയ ഈസ് കോസ്ഡ് ബൈ. ഇതും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാൽപ്രോയിറ്റ്, ലാമോട്രജിൻ, ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ. സോ ഫിനൈറ്റോയിൻ ആണ് വരുന്നത്. ഫിനൈറ്റോയിൻ്റെ സൈഡ് എഫക്റ്റുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിൻ്റെ കൈനറ്റിക്സ് ഏതൊക്കെയാണെന്നുള്ള ഓർത്ത് വയ്ക്കാൻ നമുക്കറിയാം. നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ്. എന്താ, ഫസ്റ്റ് നമുക്ക് ലോ കോൺസെൻട്രേഷനിൽ അതെന്താണ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഡ്രഗാണ്. പിന്നെ അത് എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ മെറ്റബോളൈസിങ് എൻസൈംസ് സാച്ചുറേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ട് സീറോ ഓർഡർ കൈനറ്റിക്സിലേക്ക് പോകും. അതൊരു മിക്സഡ് ഓർഡർ കൈനറ്റിക്സ് ആണല്ലേ. സീറോ ഓർഡർ കൈനറ്റിക്സിലേക്ക് പിന്നീട് മാറും. ഓക്കെ, അങ്ങനെ ഹാഫ് ലൈഫ് ഒക്കെ കൂടുന്ന ടൈപ്പ് ഓഫ് ഇതാണ്. സോ തെറാപ്പിക് ഡ്രഗ് മോണിറ്ററിങ് വേണ്ട ഒരു ഡ്രഗാണ് ഫിനൈറ്റോ എന്ന് പറയുന്നത്. സോ എല്ലാ ഡ്രഗ്സിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചിരിക്കുക കേട്ടോ. ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, സാറിന് വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പഠിക്കുക. സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമേ എനിക്ക് തോന്നുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ. ഇത് കണ്ടിട്ട് മാത്രം എക്സാമിന് പോകരുത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയുന്നതല്ല. എന്നാൽ പോലും നിങ്ങൾ പഠിച്ചിട്ട് ഈ വീഡിയോസൊക്കെ കാണുക കേട്ടോ. അടുത്ത് പറയുന്നത് എന്താണ്, ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയയിൽ പറയുന്നത് ഫിനൈറ്റോയിൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ മെയിൻ സൈഡ് എഫക്റ്റ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എച്ച് ഓർത്തിട്ടാണ് നമ്മൾ സൈഡ് എഫക്റ്റ്, ഒത്തിരി എച്ച് ചേർത്തുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. ഹെപ്പാറ്റിക് നെക്രോസിസ് ഉണ്ട്, ഹൈപ്പർട്രോഫി, ഇപ്പോൾ പറഞ്ഞ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഹൈപ്പർപ്ലാസിയ ഓഫ് ഗമ്മ് വരുന്നുണ്ട്. അതുപോലെ ഹൈപ്പർ ഗ്ലൈസീമിയ, നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നുണ്ട്. അതുപോലെ ഹിർസൂട്ടിസം ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഫീറ്റൽ ഹൈഡാൻറ്റോയിൻ സിൻഡ്രോം. ഓക്കെ, ഫീറ്റൽ ഹൈഡാൻറ്റോയിൻ സിൻഡ്രോം വരുന്നുണ്ട്. അതുപോലെ ഹൈപ്പോ കാൽസീമിയ, ശ്രദ്ധിക്കുക. നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടും, പക്ഷേ കാൽഷ്യം ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കാം. പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, teratogenic anti-epileptic that causes neural tube defects, clonazepam, gabapentin, valproic acid, tiagabins. സോ വാൽപ്രോയിക് ആസിഡ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാൽപ്രോയിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ സോഡിയം വാൽപ്രോയേറ്റ് നമ്മൾ പറയും. ഓക്കെ, ഇതൊരു ബ്രോഡ് സ്പെക്ട്രം ഡ്രഗാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആൻറ്റി എപ്പിലെപ്റ്റിക് ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾ തന്നെ പഠിക്കുക കേട്ടോ. ഓരോന്ന് 3 ഉണ്ട്, അത് നമുക്ക് പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരു കാര്യം, ഈ പറയുന്ന വാൽപ്രോയിക് ആസിഡ് ഒരു എൻസൈം ഇൻഹിബിറ്റർ ആണ്. സൈഡ് എഫക്റ്റുകളെല്ലാം പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഇസ് ടെറാഡോജെനിസിറ്റി ഉണ്ട്, അലോപീസിയ, റാഷസ്, ഫൾമിനൻ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ഡ്രഗാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫൾമിനൻ ഹെപ്പറ്റൈറ്റിസ്, പാങ്ക്രിയാറ്റൈറ്റിസ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഡൈവാൽപ്രോക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഡൈവാൽപ്രോക്സ്. ഓക്കെ, സോ അതിൽ എന്താണ് ഉണ്ടത്, ഇതിൽ വാൽപ്രോയിക് ആസിഡ്. ഓക്കെ, വാൽപ്രോയിക് ആസിഡ് ഈസ് ടു സോഡിയം വാൽപ്രോയേറ്റ്. ഓക്കെ, ഈ രണ്ടിൻ്റെയും 1:1 റേഷ്യോ വരുമ്പോഴാണ് ഡൈവാൽപ്രോക്സ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത്. ഓക്കെ, സോ അതെന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് കുറവാണ്. ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിൻ സൈഡ് എഫക്റ്റ് ഡൈവാൽപ്രോക്സ് കൊടുക്കുന്ന വഴി സൈഡ് എഫക്റ്റ് നമ്മൾ സാധാരണ സോഡിയം വാൽപ്രോയേറ്റ് ഉപയോഗിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ. ഓക്കെ, അടുത്തത് എന്താണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കാർബമസെപ്പിൻ. എൻഹാൻസസ് ഗാബ, ബ്ലോക്ക് സോഡിയം ചാനൽസ്, ബ്ലോക്ക് കാൽഷ്യം ചാനൽസ്, ഇൻക്രീസ് ഗ്ലൂട്ടാമേറ്റ്. ഏതാണ് ആൻസർ വരിക, ബ്ലോക്ക് സോഡിയം ചാനൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ദ പാർഷ്യൽ സീഷർ, വാൽപ്രോയേറ്റ്, ലാമോട്രജിൻ, കാർബമസെപ്പിൻ, എത്തോസക്സിമൈഡ്. സോ ഓപ്ഷൻ സി ആണ് വരിക. ദാറ്റ് ഇസ് കാർബമസെപ്പിൻ ആയിരിക്കും ഫസ്റ്റ് ഡ്രഗ് പാർഷ്യൽ സീഷറിൻ്റെ കേസിൽ വരുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രഗ് കോസ് ഹിർസൂട്ടിസം, ഫിനൈറ്റോയിൻ, വാൽപ്രോയേറ്റ്, എതോസക്സിമൈഡ്, ഗാബാപെൻറ്റിൻ. ഏതാണ് വരിക, ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഫിനൈറ്റോയിൻ. സോഡിയം വാൽപ്രോയേറ്റ് ആക്ട് ബൈ ബ്ലോക്കിംഗ് സോഡിയം ചാനൽസ്, എൻഹാൻസിങ് ഗാബ, ബ്ലോക്കിംഗ് ടി ടൈപ്പ് കാൽഷ്യം ചാനൽസ്, ഓൾ ഓഫ് ദി എബോ. സോ 3 മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട് ഇതിന് വരുന്നത്. ഓൾ ഓഫ് ദി എബോ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കറക്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മയോക്ലോണിക് സീഷർ. ഓക്കെ, കാർബമസെപ്പിൻ, ഫിനൈറ്റോയിൻ, വാൽപ്രോയേറ്റ്, എതോസക്സിമൈഡ്. സോ മയോക്ലോണിക് സീഷർ വരുമ്പോൾ അതിന് നമുക്ക് എറ്റോണിക് സീഷർ എന്നും പറയാം. അതിന് ഡ്രഗ് ഓഫ് ചോയ്സ് ഒരേ ഒരു ഡ്രഗാണ് അതിന് കൊടുക്കുന്നത് നമ്മൾ, ദാറ്റ് ഈസ് സോഡിയം വാൽപ്രോയേറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കൊടുക്കുക. ഇതെന്തുവാ മാറിപ്പോയി, ഒരു മിനിറ്റ് കേട്ടോ. സോഡിയം വാൽപ്രോയേറ്റ്. ഓക്കെ, സോഡിയം വാൽപ്രോയേറ്റ് ആണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദി മയോക്ലോണിക് സീഷർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്, ലാമോട്രജിൻ, ഡയസെപ്പാം, ഫിനോബാർബിറ്റൽ, എത്തോസക്സിമൈഡ്. ഓക്കെ, സോ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം കൂടുതലായിട്ടും കണ്ടുവരുന്നത് ലാമോട്രജിനിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് ആൻറ്റിബയോട്ടിക് ഡ്രഗ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ട്രൈജെമിനൽ ന്യൂറാൾജിയ, ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ, ഡയസെപ്പാം, ഗാബാപെൻറ്റിൻ. കാർബമസെപ്പിനാണ് നമ്മൾ ട്രൈജെമിനൽ ന്യൂറാൾജിയയുടെ യൂസ് പഠിക്കും. ഇതിൽ കാർബമസെപ്പിൻ്റെ യൂസ് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ട്രൈജെമിനൽ ന്യൂറാൾജിയയിൽ ഒരെണ്ണമുണ്ട് അല്ലേ.
മെക്കാനിസം ഓഫ് എതോസക്സിമൈഡ് ബ്ലോക്ക് ടി ടൈപ്പ് കാൽഷ്യം ചാനൽസ് എൻഹാൻസസ് ഗാബ ഇൻഹിബിറ്റ് സോഡിയം ചാനൽസ് NMDA ബ്ലോക്കേഡ്. സോ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ബ്ലോക്ക് ടി ടൈപ്പ് കാൽഷ്യം ചാനൽസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോസ്ഫിനൈറ്റോയിൻ ഈസ് ആക്റ്റീവ് ഫോം ഓഫ് ഫിനൈറ്റോയിൻ, വാട്ടർ സൊല്യൂബിൾ പ്രോഡ്രഗ്, മോർ ടോക്സിക് ദാൻ ഫിനൈറ്റോയിൻ, യൂസ്ഡ് ഓൺലി ഓർലി. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഫോസ്ഫിനൈറ്റോയിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ പ്രോഡ്രഗ് ഓഫ് ഫിനൈറ്റോയിൻ ആണ് നമ്മൾ ഫോസ്ഫിനൈറ്റോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എൻ്റെ ഡോസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിനൈറ്റോയിൻ ഇക്വിവലൻസിൻ്റെ ടേമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 1.5 mg നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്തെടുത്തോ. 1.5 mg ഫോസ്ഫിനൈറ്റോയിൻ എന്ന് പറഞ്ഞാൽ 1 mg ഫിനൈറ്റോയിനോട് ഈക്വലൻ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫിനോബാർബിറ്റൽ ആക്റ്റുബൈ ഏതാണ്? ആക്റ്റുബയ. ഓക്കെ, സോഡിയം ചാനൽ ബ്ലോക്ക്, ഗാബ എ റിസപ്റ്റർ എൻഹാൻസ്മെൻറ്റ്, കാൽഷ്യം ചാനൽ ബ്ലോക്ക്, ഡോപ്പമിൻ റിസപ്റ്റർ ബ്ലോക്ക്. സോ ഏതാ വരുന്നത്? എല്ലാത്തിനും മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ നേരെ വേഗം പറഞ്ഞു തന്നതുകൊണ്ട് കേട്ടോ. ഗാബ എ റിസപ്റ്റർ എൻഹാൻസ്മെൻറ്റ്. അടുത്തെന്താണ്? ടോപ്പിരാമേറ്റ് മെയിൻലി കോമൺലി കോസസ് കിഡ്നി സ്റ്റോൺസ്, ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയ, ഹെപ്പറ്റൈറ്റിസ്, ഹെയർ ലോസ്. സോ ടോപ്പിരാമേറ്റ് പഠിക്കുമ്പോൾ അത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോണുകൾ. ഓക്കെ, കിഡ്നി സ്റ്റോൺ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ ഇത് മൈഗ്രെയിനൊക്കെ കൊടുക്കും ടോപ്പിരാമേറ്റ്. ക്രോണിക് ആൽക്കഹോളിസത്തിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് ടോപ്പിരാമേറ്റ്. എല്ലാം നമ്മൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഓരോ ഡ്രഗും പഠിക്കുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് അല്ലെ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പഠിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന് പോയാൽ മതി. ഇതിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ എയിംസ് RRBയുടെ ഒക്കെ എക്സാം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കിടന്ന് ചോദിക്കും. കേരള PSCക്ക് അത്രയ്ക്കും ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെ എക്സാമിനൊക്കെ കുറച്ചുകൂടെയും കൂടുതൽ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. വിച്ച് ഡ്രഗ് വേഴ്സൺ ആബ്സെൻറ്റ് സീഷർ? കാർബമസെപ്പിൻ, ഫിനൈറ്റോയിൻ, ബോത്ത് A and B, സോഡിയം വാൽപ്രോയേറ്റ്. സോ ആബ്സെൻറ്റ് സീഷർ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ നമ്മൾ സോഡിയം വാൽപ്രോയേറ്റ് കൊടുക്കും ഓൾറെഡി. ഫസ്റ്റ് ഡ്രഗാണ് പറയുന്നത്. പക്ഷേ അതിൽ വേഴ്സൺ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ഡ്രഗ്സാണ്? ഈ 2 ഡ്രഗ്സും, അതായത് C ആണ് കറക്റ്റ്. ബോത്ത് A and B, ഈ 2 ഡ്രഗ്സും ആ കണ്ടീഷൻ വേഴ്സൺ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിഗാബാറ്റിൻ ആക്ട് ബൈ ഗാബ ടി ഇൻഹിബിഷൻ, ഗാബ റീഅപ്ടേക്ക് ഇൻഹിബിഷൻസ്, സോഡിയം ചാനൽ ബ്ലോക്ക് ആൻഡ് പൊട്ടാഷ്യം ചാനൽ ബ്ലോക്ക്. സോ വിഗാബാറ്ററിൻ്റെ ആക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ഗാബ ട്രാൻസാമിനേസ് ഇൻഹിബിഷനാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗാബാപെൻറ്റിൻ ഈ സ്ട്രക്ചറലി സിമിലർ ടു ഗ്ലൂട്ടാമേറ്റ്, ഗാബ, ഡോപ്പമിൻ, സെറോട്ടോണിൻ. സോ ഗാബാപെൻറ്റിൻ പ്രഗാബാലിൻ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഗാബ അനലോഗ് ആണ്. അപ്പോൾ അത് ഗാബയായിട്ട് ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടാവുക അല്ലേ. അടുത്ത് വരിക ഡ്രഗ് യൂസ്ഡ് ഇൻ ദി ഫെബ്രൽ സീഷേഴ്സ്, ഡയസെപ്പാം, കാർബമസെപ്പിൻ, വിഗാബാട്രിൻ, ടോപ്പിരാമേറ്റ്. സോ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് റെക്ടൽ റൂട്ടിൽ കൊടുക്കുന്ന ഡയസെപ്പാം ആണ് അതിൻ്റെ നമ്മൾ ഫെബ്രൽ സീഷർ വരുമ്പോൾ ഡയസെപ്പാം റെക്ടൽ റൂട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്, ഡയസെപ്പാം ആണ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എൻസൈം ഇൻഡ്യൂസർ, കാർബമസെപ്പിൻ, ഫിനൈറ്റോയിൻ, ഫിനോബാർബിറ്റൽ, ഓൾ ഓഫ് ദി അബോവ്. സോ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ അതായത് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് പഠിക്കുമ്പോൾ എൻസൈം ഇൻഡ്യൂസേഴ്സും എൻസൈം ഇൻഹിബിറ്റേഴ്സും കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് വയ്ക്കുക കേട്ടോ. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എൻസൈം ഇൻഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരെന്ത് ചെയ്യും? എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും, കൂടുതൽ എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ഡ്രഗ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് വാർഫാരിൻ പോലത്തെ ഡ്രഗ്സ് വരുമല്ലോ, ആ ഡ്രഗ്സ് ഒക്കെ ഒരുമിച്ച് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ എന്താണ് മെറ്റബോളിസം പെട്ടെന്നാക്കും. ഓക്കെ, അത് ഇൻഡ്യൂസ് ചെയ്തില്ലേ, കൂടുതൽ എൻസൈം വന്നില്ല, അപ്പോൾ മെറ്റബോളിസം പെട്ടെന്ന് ആക്കി കഴിയുമ്പോൾ ഇവരുടെ എന്താ നമുക്ക് ആക്ഷൻ കുറവായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ മറ്റുള്ള ഡ്രഗ്സിൻ്റെ ആക്ഷൻ ഇവരെന്തെയും കുറയ്ക്കും. ഓക്കെ, സോ ഈ പറഞ്ഞ ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ, ഫിനോബാർബിറ്റൽ 3 പേര് എന്താണ്? എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എൻസൈം ഇൻഹിബിറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കാർബമസെപ്പിൻ, ഫിനൈറ്റോയിൻ, വാൽപ്രോയേറ്റ്, ഫിനോബാർബിറ്റലാണ് നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ ഇതിലേതാണ് എൻസൈം ഇൻഹിബിറ്റർ? സോ വാൽപ്രോയേറ്റ്. സോ ഇത് നോട്ട് ചെയ്യുക. സോഡിയം വാൽപ്രോയേറ്റ് എൻസൈം ഇൻഹിബിറ്റർ ആണ്. ബാക്കി 3 ഈ ആൻറ്റി എപ്പിലെപ്റ്റിക് വരുന്ന 3 ഡ്രഗ്സും എന്താണ്? എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. എൻസൈം ഇൻഹിബിറ്റർ എന്താ ചെയ്യുന്നത്? ഇവർ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഉണ്ടാവുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ള അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ എന്താ മെറ്റബോൾസ് നടക്കില്ല, അപ്പോൾ അതിന് ടോക്സിസിറ്റി ഉണ്ടാവും നമുക്ക്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കുക. സോഡിയം വാൽപ്രോയേറ്റ് ഒരേ ഒരാൾ മാത്രമാണ് എൻസൈം ഇൻഹിബിറ്റർ ഇതിൽ വന്നേക്കുന്നത്. ബാക്കിയുള്ള 3 പേര് എന്താണ്? എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡ്രഗ് സേഫ് ഇൻ ലിവർ ഡിസീസ്, വാൽപ്രോയേറ്റ്, ലെവിറ്റിരാസെറ്റം, ഫിനൈറ്റോയിൻ, കാർബമസെപ്പിൻ. സോ ഇതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ ലിവർ ഡിസീസിൽ വരുന്നത് ലെവിറ്റിരാസെറ്റം ആണ്. ഓക്കെ, സോ ഫിനൈറ്റോയിനും കാർബമസെപ്പിനും ഒന്നും വരത്തില്ല, അതൊക്കെ എൻസൈം എന്താണ്? എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. വാൽപ്രോയേറ്റ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ലെവിറ്റിരാസെറ്റം നമ്മൾ എന്താണ് ലിവറുമായിട്ട് അധിക ബന്ധമൊന്നുമില്ല, നേരെ കിഡ്നി കൂടെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഡ്രഗാണിത്. സോ ഇത് ലെവിറ്റിരാസെറ്റം ആണ്. സേഫസ്റ്റ് ആയിട്ട് നമ്മൾ ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? ലെവിറ്റിരാസെറ്റം ആണ് വരുന്നത്.
ഡ്രഗ് നോട്ട് യൂസ്ഡ് ഇൻ ജനറലൈസ്ഡ് എപ്പിലെപ്സി, കാർബമസെപ്പിൻ, വാൽപ്രോയേറ്റ്, ലാമോട്രജിൻ, ലെവിറ്റിരാസെറ്റംസ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ജനറലൈസ്ഡ് എപ്പിലെപ്സി നമ്മൾ കൊടുക്കില്ലാത്ത ഡ്രഗ് ഏതാണ് വരുന്നത്, അതായത് കാർബമസെപ്പിൻ. ഓപ്ഷൻ എ കാർബമസെപ്പിനാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് ജനറലൈസ്ഡ് എപ്പിലെപ്സി ലൈക്ക് അബ്സെൻറ്റ് സീഷറൊക്കെ പോലത്തെ എപ്പിലെപ്സി ഒക്കെ വരുവാണെങ്കിൽ അത് ചിലപ്പോൾ കണ്ടീഷൻ വേഴ്സൺ ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സൈഡ് എഫക്റ്റ് ഓഫ് ലെവിറ്റിരാസെറ്റം, ബിഹേവിയറൽ ചേഞ്ചസ്, ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയ, കിഡ്നി സ്റ്റോൺ, വിഷ്വൽ ലോസ്. സോ സൈഡ് എഫക്റ്റ് ലെവിറ്റിരാസെറ്റത്തിൻ്റെ വന്നിരിക്കുന്ന നമ്മൾ ആൻസർ ചെയ്യാണ്, ദാറ്റ് ഈസ് ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആൻസറും കൊടുത്തിട്ടുണ്ട്, കാരണം നിങ്ങൾക്കത് പിന്നെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ എക്ലാംസിയ സീഷർ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സീഷർ വന്ന് നമ്മൾ എന്താ കൊടുക്കുക, ഡയസെപ്പ, മഗ്നീഷ്യം സൾഫേറ്റ്, കാർബമസെപ്പിൻ, ഫിനൈറ്റോയിൻ. സോ ഏതാണ് ഡ്രഗ് ഓഫ് ചോയ്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കൊടുക്കുക. ആ ഒരു മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് എന്താണ് ഇൻഎഫക്റ്റീവോ അല്ലെങ്കിൽ അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ബാക്കിയുള്ള ഡ്രഗ്സ് നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്കറിയാലോ ഇത് എന്താണ് ചില ഡ്രഗ്സിനൊക്കെ കാറ്റഗറി, അതായത് ഇത് കുറച്ചും എന്താണ് കുട്ടികൾക്ക് എഫക്റ്റ് ലൈക്ക് ന്യൂറോട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാക്കും വാൽപ്രോയേറ്റ് അല്ലേ, അതുപോലെ ഫീറ്റൻ ഹൈഡാൻഡോയിൻ സിൻഡ്രോം ഉണ്ടാക്കും ഫിനൈറ്റോയിൻ. അത് അത്ര സേഫ് ഡ്രഗ് അല്ലല്ലോ. സോ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അതിനെന്തെങ്കിലും കോൺട്രാൻഡിക്കേഷനോ കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മറ്റുള്ള ഡ്രഗ്സ് പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജനറൽ അനസ്തെറ്റിക്സിൽ നിന്നാണ് കേട്ടോ. ഫാസ്റ്റസ്റ്റ് ആക്ടിങ് IV ജനറൽ അനസ്തെറ്റിക്സ്, തയോപെൻറ്റോൺ, പ്രൊപ്പഫോൾ, കീറ്റമിൻ, എറ്റോമിഡേറ്റ്. സോ ഏറ്റവും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി പ്രൊപ്പഫോൾ ആണ് വരുന്നത്. വിത്തിൻ 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെയാണ് പ്രൊപ്പഫോൾ ഏറ്റവും റാപ്പിഡ് ആക്ടിങ് ആണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ IV അനസ്തെറ്റിക് കോസ് ഇൻ ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ, ഏതാണ് പ്രൊപ്പഫോൾ, കീറ്റമിൻ, തയോപെൻറ്റാൽ, മിഡസോളം. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് കീറ്റമിൻ ആണ് വരിക. ഓക്കെ, ആൻസർ കീറ്റമിൻ. ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്, കീറ്റമിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് പ്രൊഡ്യൂസിങ് ഹെപ്പാറ്റോടോക്സിസിറ്റി. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് നൈട്രസ് ഓക്സൈഡ്, ഹാലോത്തേൻ, സെവോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറൻസ്. ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്, ദാറ്റ് ഈസ് ഹാലോത്തേൻ. ഓക്കെ, ഹാലോത്തേൻ ആണ് ഉണ്ടാക്കുന്ന ഹെപ്പാറ്റോക്സിറ്റി. അതിൽ കാർഡിയക് അരിത്മിയ ഉണ്ടാക്കും ഈ ഡ്രഗ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻഹലേഷൻ അനസ്തെറ്റിക് വിത്ത് ഫാസ്റ്റസ്റ്റ് ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി. ഓക്കെ, ജിപ്മറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഹാലോത്തേൻ, ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ, നൈട്രസ് ഓക്സൈഡ്. സോ ഇവിടെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരാം, നൈട്രസ് ഓക്സൈഡ് ആണോ ഡെസ്ഫ്ലൂറിൻ ആണോ എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇതിൻ്റെ എന്താണ് പാർട്ടിഷൻ കോഎഫിഷ്യൻ നമ്മൾ നോക്കി കഴിയുമ്പോൾ അത് കുറവ്, അതായത് പെട്ടെന്ന് ബ്ലഡിൽ ഏറ്റവും കുറഞ്ഞ ബ്ലഡിൽ സൊല്യൂബിലിറ്റി ഉള്ള ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡെസ്ഫ്ലൂറിൻ ആണ്. അപ്പോൾ ഈ ഡെസ്ഫ്ലൂറിൻ എന്ത് ചെയ്യും, ബ്ലഡിൽ ഏറ്റവും കുറവ് സൊല്യൂബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ഫാസ്റ്റസ്റ്റ് ഇൻഡക്ഷൻ ഉണ്ടാകും, പെട്ടെന്ന് റിക്കവറിയും നടക്കുന്നത് ഡെസ്ഫ്ലൂറിൻ ആണ്. പിന്നെയാണ് നൈട്രസ് ഓക്സൈഡിന് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, മാലിഗ്നൻ ഹൈപ്പതെർമിയ ട്രീറ്റ്മെൻറ്റ് എന്താണ്. ഓക്കെ, അട്രോപ്പിൻ, നലോക്സോൺ, ഡാൻട്രോളിൻ, ഫ്ലുമാസനിൽ. സോ മാലിഗ്നൻ ഹൈപ്പതെർമിയ ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണ്, ഹാലോത്തേൻ ഉണ്ടാക്കും, സക്സനിൽകൊളൈൻ ഉണ്ടാക്കും, അതുപോലെ ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ടാക്കും അല്ലേ, ന്യൂറോമസ്കുലർ അല്ലേ, ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ടാക്കും. സോ നമ്മൾ അതിൽ തന്നെ എന്താണ് അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഓപ്ഷൻ സി ദാറ്റ് ഈസ് ഡാൻട്രോളിനാണ് നമ്മൾ കൊടുക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് അനസ്തെറ്റിക്സ് ഇൻക്രീസസ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇൻട്രാക്രേനിയൽ പ്രഷർ കൂട്ടുന്നത് കീറ്റമിൻ, പ്രൊപ്പഫോൾ, എറ്റോമിഡേറ്റ്, തയോപെൻറ്റാൽ. ഏതാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ ആണ് വരുന്നത്. കീറ്റമിൻ ആണ് ഇൻട്രാക്രേനിയൽ പ്രഷർ നമുക്ക് കൂട്ടുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റിൽ പഠിക്കാനുണ്ട് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ സേഫസ്റ്റ് ഇൻഹലേഷണൽ അനസ്തെറ്റിക് ഫോർ ആസ്മ പേഷ്യൻസ്, സെവോഫ്ലൂറിൻ, ഹാലോത്തേൻ, ഐസോഫ്ലൂറിൻ, ഡെസ്ഫ്ലൂറിൻ. സോ ഇതിൽ ഏറ്റവും സേഫസ്റ്റ് അനസ്തെറ്റിക്സ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇതിൽ സെവോഫ്ലൂറിൻ ആണ് കൊടുക്കുക. അതുപോലെ ഹാലോത്തേൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും, ബ്രോങ്കോഡൈലേഷൻ എഫക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടുതലല്ലേ, ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ട്, കാർഡിയക് അരിത്മിയ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല ഇപ്പോൾ സെവോഫ്ലൂറിൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, പക്ഷേ ഐസോഫ്ലൂറിനും ഡെസ്ഫ്ലൂറിനും ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും അതിന് പഞ്ചൻ്റ് ആണല്ലേ, ഭയങ്കര പഞ്ചൻ്റാണ്. സോ അതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് എന്താവും, ബ്രോങ്കോസ്പാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സെവോഫ്ലൂറിൻ തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നൈട്രസ് ഓക്സൈഡ് കോസസ് ഡെഫിഷ്യൻസീസ് ഓഫ് വൈറ്റമിൻ എ, സി, B12 ആൻഡ് കെ. നൈട്രസ് ഓക്സൈഡ് നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് ഉണ്ടാക്കുന്നത്. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത എന്താണ് എഥനോൾ. അടുത്ത് നമ്മൾ ആൽക്കഹോളിലേക്ക് പോവാണ്. എഥനോൾ ആക്ട് ഓൺ ദി വിച്ച് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ടു പ്രൊഡ്യൂസ് CNS ഡിപ്രഷൻസ്. സോ ഗാബ എ റിസപ്റ്റർ, NMDA റിസപ്റ്റർ അഗോണിസ്റ്റ്, സെറട്ടോണിൻ റിസപ്റ്റർ അഗോണിസ്റ്റ് ആൻഡ് ഡോപ്പമിൻ റിസപ്റ്റർ അഗോണിസ്റ്റ്. സോ എഥനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ നമ്മൾ ഈ എഥനോൾ ആക്ട് ചെയ്യുന്ന എവിടെയാണ് വരുന്നത്, ദാറ്റ് ഈസ് ഗാബ എ റിസപ്റ്റർ ആണ് ആക്ട് ചെയ്യുന്നത്.
ഓക്കെ, അങ്ങനെ അതിനെ എൻഹാൻസ് ചെയ്തിട്ട് CNS ഡിപ്രഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് യൂസ്ഡ് ഇൻ ക്രോണിക് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ടു മെയിൻറ്റെയിൻ അബ്സിസ്റ്റൻസ്. അക്കാംപ്രോസേറ്റ്, നലോക്സോൺ, ബുപ്രിനോർഫിൻ, ഫോമിപ്പിസോൾ. സോ നമ്മളിതിൽ ഏതാണ് നമ്മൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് അബ്സിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദറ്റ് ഈസ് അക്കാംപ്രോസേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡ്രഗ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് പ്ലഷറബിൾ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾസ്. അതായത് പ്ലഷറബിൾ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഡൈസൾഫിരാം, നാൽട്രക്സോൺ, ഡയസെപ്പാം, അക്കാംപ്രോസേറ്റ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് നാൽട്രക്സോൺ ആണ് വരിക. ഓക്കെ, സോ നമ്മൾ ഡൈസൾഫിരാം എന്താണ് നമുക്കറിയാം. ഡൈസൾഫിരാം എന്താണ്? അവേർഷൻ തെറാപ്പിയാണ് അല്ലേ. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവേർഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ പ്ലഷറബിൾ എഫക്റ്റോ അങ്ങനത്തെ അതിൻ്റെ എഫക്റ്റിനൊന്നും നമ്മളിത് ബാധിക്കുന്നില്ല ഈ ഡയസൾഫിരാം എന്ന് പറയുന്നത്. ഡയസെപ്പാം എന്താ ചെയ്യുന്നത്? ഡയസെപ്പാം എന്ത് ചെയ്യും? ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ആൻസൈറ്റിയോ അല്ലെങ്കിൽ സീഷറോ അങ്ങനത്തെ സിംറ്റംസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡയസെപ്പാം വരിക. ഓക്കെ, അക്കാംപ്രോസേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു മെയിൻറ്റെയിൻ അബ്സിസ്റ്റൻസ് ആൻഡ് റെഡ്യൂസ് ക്രേവിംഗ്. അതാണ് അതിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. പക്ഷേ ഈ നാൽട്രക്സോൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഒപ്പിയോയിഡ് ഡ്രഗാണ്, ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റ് ആണ്. സോ അതെന്ത് ചെയ്യും? പ്ലഷറബിൾ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നാൽട്രക്സോൺ ആണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, നമുക്ക് എല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഏതാണെന്ന് അറിയത്തില്ല, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? നാൽട്രക്സോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? ഡൈസൾഫിരം ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ആൽക്കഹോൾ ഡിഹൈഡ്രോജിനേസ്, ആൽഡിഹൈഡ് ഡിഹൈഡ്രോജിനേസ്, CYP450, മോണോ അമീൻ ഓക്സിഡേസ്. സോ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും പാടില്ല. ഡൈസൾഫിരാം എന്ന് പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ് ഡിഹൈഡ്രോജിനേസ് ആണ് കേട്ടോ, ആൽക്കഹോൾ അല്ല, ആൽഡിഹൈഡ് ഡിഹൈഡ്രോജിനേസ് ആണ്. ഓക്കെ, അങ്ങനെ അസറ്റാൽഡിഹൈഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്കൊരു അൺപ്ലസൻറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആൻറ്റിഡോട്ട് ഫോർ മെഥനോൾ പോയ്സണിങ്, നലോക്സോൺ, ഫ്ലുമാസെനിൽ, എഥനോൾ, അട്രോപ്പിൻ അല്ലേ. സോ മെഥനോൾ പോയ്സണിൽ ആൻറ്റിഡോട്ട് ഇതിൽ ഏതാ തന്നിരിക്കുന്നത്? ഓപ്ഷൻ സി അല്ലേ, എഥനോളല്ലേ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, ഫ്ലുമാസിനിൽ കാണുമ്പോൾ ചിലർ പോയി ഫ്ലുമാസിനിൽ ആൻസർ ചെയ്യും, പക്ഷേ അത് തെറ്റാട്ടോ. ഫ്ലുമാസിനിൽ എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ് അല്ലേ. മെഥനോളിൻ്റെ വേറൊരു ആൻറ്റഗോണിസ്റ്റ് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഫോമിപ്പിസോൾ. ഓക്കെ, ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഫ്ലുമാസിനിലും ഫോമിപ്പിസോളും തമ്മിൽ കേട്ടോ. Alcohol used in disinfectant in pharmacy, methanol 50% ethanol, 70% ethanol, 95% ethanol. ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ഏതാണ്? 70% ethanol ആണ്. ഓക്കെ, വെർണിക് എൻസെഫലോപ്പതി ഇൻ ക്രോണിക് ആൽക്കഹോളിസം ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B6, B1, B2, വൈറ്റമിൻ ഡി. സോ ഇത് ഏതിൻ്റെയാണ് വെർണിക് എൻസെഫലോപ്പതി വരുന്നത്? വൈറ്റമിൻ B1 ആണ്. ദാറ്റ് ഇസ് തൈമിൻ ഡെഫിഷ്യൻസിയാണ് വെർണിക് എൻസെഫലോപ്പതി ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൽക്കഹോൾ ഹാസ് ദ വാട്ട് എഫക്റ്റ് ഓൺ ADH, ആൻറ്റിഡയറോട്ടിക് ഹോർമോൺസ്. RRB ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻറ്റിഡയറോട്ടിക് ഹോർമോൺ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ADH റിലീസ്, ഇൻഹിബിറ്റ് ADH റിലീസ്, ഇൻക്രീസ് ആൽഡോസ്റ്റിറോൺ, ആക്ടിവേറ്റ്സ് റെനിൻ. ഓക്കെ, സോ ആൽക്കഹോൾസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോൾ വരുമ്പോൾ നമുക്കറിയാം ഡയോറിസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കൂടുതൽ യൂറിൻ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൽക്കഹോൾ കുടിക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇൻഹിബിറ്റ് ചെയ്യും ADH, ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ. അതായത് ഡയോറിസിസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണല്ലോ ADH, ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ ആണല്ലോ. ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ആക്ഷൻ ഇതിനെന്ത് ചെയ്യും? കൂടുതൽ അബ്സോർബ് ചെയ്യുന്നില്ല, കൂടുതൽ ഡയോറിസിസ് അങ്ങ് വരും അല്ലേ. ഒത്തിരി കോസസ് ഡയോറിസിസ് ബൈ ഇൻഹിബിറ്റിംഗ് വാസോപ്രസിൻ. നമ്മൾ ഈ ആൻറ്റി ഡയോററ്റിക് ഹോർമോൺസിന് നമുക്ക് എന്തും വിളിക്കാൻ പറ്റും? വാസോപ്രസിൻ. ഓക്കെ, HIPയുടെ ഇതിപ്പോൾ നമുക്ക് എയിംസിൻ്റെ എക്സാമിനാണ് HIP ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. ഗുരുവായൂർ ദിവസത്തിനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. HIP ഉണ്ടോ? ഓക്കെ, എന്തായാലും നമ്മൾ നോക്കാം കേട്ടോ, ഇതിൻ്റെ കൊണ്ട് ചെയ്യാൻ നോക്കാം. HIPയുടെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് 74, ആൽക്കഹോൾ ഈസ് മെറ്റബോളൈസ്ഡ് മെയിൻലി ഇൻ കിഡ്നി, ലങ്സ്, ലിവർ, അതുപോലെ തന്നെ സ്റ്റൊമക്കാണ് തന്നിരിക്കുന്നത്. സോ ആൽക്കഹോൾ നമ്മൾ മെയിൻലി മെറ്റബോളൈസ് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ലിവർ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈസൾഫിരാം ലൈക്ക് റിയാക്ഷൻ ഒക്കേഴ്സ് വിത്ത് ഓൾ എക്സെപ്റ്റ് മെട്രോണിഡസോൾ, സെഫോടെറ്റാൻ, സെഫോപെരസോൺ, ലൊറാറ്റഡിൻസ്. സോ ഡൈസൾഫിരാം ലൈക്ക് റിയാക്ഷൻ നടക്കാത്ത ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ലൊറാറ്റഡിൻ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി ആൻസർ മാത്രം നോക്കാതെ ഞാൻ പറയുന്ന പോയിൻറ്റും കൂടി എക്സ്ട്രാ നിങ്ങൾ കേൾക്കാൻ നോക്കുക കേട്ടോ. കാരണം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനുള്ളിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് കോഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ള് കേൾക്കാൻ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നും മനസ്സിലാവില്ല. അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകും കേട്ടോ. സോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഡൈസൾഫിരാമിലേക്ക് റിയാക്ഷൻ ഇപ്പോൾ ചോദിച്ചില്ല നമ്മൾ, അതിനൊരു കോഡ് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് സൈക്ലിക് GMB. നമ്മൾ പഠിക്കുക സൈക്ലിക് GMB എന്ന് കേട്ടിട്ടില്ലേ. സോ അത് ആ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക.
ഓക്കെ, സോ സി ചേർത്തിട്ടുള്ള ലെറ്ററുള്ള ഡ്രഗ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. ദറ്റ് ഇസ് സെഫോപെരസോൺ, ഓക്കെ, ക്ലോർപ്രൊപ്പമൈഡ്, സെഫോമാൻഡോൾ, സെഫോടെറ്റാൻ. ഓക്കെ, ഈ ഡ്രഗ്സാണ് നമ്മൾ സി ചേർത്ത് ഓർക്കേണ്ടത്. ഓക്കെ, ജീന്ന് ഓർത്ത് ഗ്രിസിയോഫൾവിൻ. ഓക്കെ, എം മെട്രോണിഡസോൾ ഉണ്ട്. പിന്നെ മോക്സലാക്റ്റോ ഉണ്ട് കേട്ടോ, മോക്സലാക്റ്റോ. ഓക്കെ, അതായത് മെട്രോണിഡസോൾ ഓർത്ത് വയ്ക്കുക. പി എന്നുള്ളത് പ്രൊകാർബസിൻ. ഓക്കെ, സോ സൈക്ലിക് GMP എന്ന് ഓർത്തിട്ട് ഇത്രയും ഡ്രഗ്സാണ് നമുക്ക് എന്ത് ഡൈസൾഫിറാം ലൈക്ക് ആക്ഷൻ തരുന്ന ഡ്രഗ്സ്. ഓക്കെ, സൈക്ലിക് GMP എന്ന് ഓർത്ത് നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് പെട്ടെന്ന് ഈസിയായിട്ട് കിട്ടും. സി ഓർത്ത് വയ്ക്കുക സെഫോപെരസോൺ, ക്ലോർപ്രൊപ്പമൈഡ്, സെഫോമാൻഡോൾ, സെഫോടെറ്റാൻ. ജി എന്നുള്ള ഗ്രിസിയോഫൾവിൻ, എം മെട്രോണിഡസോൾ, പി പ്രൊകാർബസിൻ. ഓക്കെ, സോ ആ ഒരു കോഡ് കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി നിങ്ങൾ നമ്മുടെ ഈ ആൽക്കഹോളിൽ നമ്മൾ ചാപ്റ്റർ പഠിക്കാണ്ടല്ലോ ഡ്രഗ്സിൻ്റെ പേരെല്ലാം. അപ്പോൾ ഡ്രഗ്സിൻ്റെ പേര് ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. അതായത് എല്ലാ ഡ്രഗ്സും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, അതിൽ ഏതാണെന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഓക്കെ, ഡോണയ്ക്ക് TB ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഡോണ എന്നൊരു കുട്ടിയുടെ പേരാട്ടോ, ആ കുട്ടിക്ക് TB ആണ്. അപ്പോൾ ഡി എന്നുള്ളത് ഡൈസൾഫിറാം. ചില സമയത്ത് നമ്മൾ കോഡൊക്കെ ഇട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുക ഒണ്ടാൻസെട്രോൺ. ഇതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ പേര് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു. N ഫോർ ദി നാൽട്രക്സോൺ, A ഫോർ അക്കാംപ്രോസേറ്റ്, T എന്താണ് ടോപ്പിരാമേറ്റ്, B ഫോർ ബെൻസോഡൈസെപ്പിൻസ്. ഓക്കെ, അത്ര കിട്ടിയല്ലോ. ഈ അക്കാംപ്രോസേറ്റ് പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ്, ഓർത്ത് വയ്ക്കുക. NMDA റിസപ്റ്റർ, ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ പറയണേ ഈ പോയിൻ്റൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് സെൻട്രൽ എയിംസോ RRBക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാം. NMDA റിസപ്റ്റർ ആൻറ്റാഗോണിസ്റ്റാണ് അക്കാംപ്രോസേറ്റ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെ എഥനോൾ പോയിസണിങ്ങിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡ്രഗാണ്. അതുപോലെ ഇത് സൈഡ് എഫക്റ്റ് റെറ്റിനൽ ഡാമേജ് ഉണ്ടാക്കുന്നു, അസിഡോസിസ് ഉണ്ടാക്കുന്നു, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നു മെഥനോൾ പോയിസണിങ് വരുമ്പോൾ അല്ലേ. അതിന് ഡ്രഗ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്? എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോമിപ്പിസോൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോളിനിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് നോക്കുക. അതുപോലെ തന്നെ ഓക്കെ, സോ ആൽക്കഹോളിൻ്റെ മെറ്റബോളിസം ഏത് ടൈപ്പ് ഓഫ് കൈനറ്റിക്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് കൈനറ്റിക്സ് ആണ് ആൽക്കഹോളിൻ്റെ മെറ്റബോളിസം ഫോളോ ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ ആണോ, സീറോ ഓർഡർ കൈനറ്റിക്സ് ആണോ? ഓക്കെ, പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. സോ അത് നോക്കുക കേട്ടോ. ഓക്കെ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നിങ്ങൾക്ക് ആബ്സല്യൂട്ട് ആൽക്കഹോളൊക്കെ അറിയാമല്ലോ അല്ലേ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് 99% വെയിറ്റ് ഓഫ് എഥനോളിനാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എത്ര? 90% വെയിറ്റ് എഥനോളാണ്. പ്രൂഫ് സ്പിരിറ്റ് എത്രയാണ് വരിക? പ്രൂഫ് സ്പിരിറ്റ് 100% പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു മിനിറ്റ് വാങ്ങിക്കതേ. 100% പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് പറയാം 49.29 വെയിറ്റ് അല്ലെങ്കിൽ 57.1 വോളിയം ഓഫ് ആൽക്കഹോളാണ് 100% പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, സോ ഇന്നത്തോടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടിയില്ലേ. സോ നിങ്ങളെല്ലാവരും മാക്സിമം കാണാൻ തന്നെ നോക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകാതെ തന്നെ കാണാൻ നോക്കുക. നിങ്ങൾക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. സോ ഇതൊക്കെ ഞാൻ എൻ്റെ എക്സാമിന് യൂസ് ചെയ്തിട്ടുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക മാക്സിമം. ഓക്കെ, സോ എല്ലാവരും ലൈക്കും അടിക്കുക കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.